നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശു തൻ്റെ നാമവും വചനവും വെളിപ്പെടുത്തി. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവർ ആയിരുന്നു, നീ അവരെ എനിക്ക് തന്നു. അവർ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു. നീ എനിക്ക് തന്നതെല്ലാം നിന്റെ പക്കൽ നിന്നാകുന്നു എന്ന് അവർ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. അവർ അത് കൈക്കൊണ്ട് ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ട് അറിഞ്ഞും നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചും ഇരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നിവർത്തിച്ച ശുശ്രൂഷകളെക്കുറിച്ച് ഇവിടെ പറയുമ്പോൾ, പ്രാർത്ഥനയിൽ പറയുമ്പോൾ 2 കാര്യം പറയുകയാണ്. നീ എനിക്ക് തന്ന നിന്റെ നാമം ഞാൻ അവർക്ക് വെളിപ്പെടുത്തി. നീ എനിക്ക് തന്ന നിന്റെ വചനം ഞാൻ അവർക്ക് വെളിപ്പെടുത്തി, അല്ലെങ്കിൽ അവർക്ക് നൽകി. അവരത് അറിഞ്ഞും അവരത് അനുസരിച്ചും ഇരിക്കുന്നു. ഇവിടെ നീ എനിക്ക് തന്ന നാമം ഞാൻ വെളിപ്പെടുത്തി എന്ന് യേശു പറയുമ്പോൾ ചിലർ വിചാരിക്കുന്നത് യേശു എന്ന നാമം ഞാൻ വെളിപ്പെടുത്തി, ഞാൻ യേശുവാണ്. പ്രിയപ്പെട്ടവരെ, നാമം എന്ന് പറയുന്നത് ദൈവത്വത്തെയും ദൈവത്തിൻ്റെ പ്രവൃത്തിയെയും കാണിക്കുന്നതിനാണ് നാമം എന്നുപയോഗിച്ചിട്ടുള്ളത്. പിതാവിൻ്റെ നാമം എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ ദൈവത്വവും പിതാവിൻ്റെ ശുശ്രൂഷയും. പുത്രൻ്റെ നാമം എന്ന് പറഞ്ഞാൽ പുത്രൻ്റെ ദൈവത്വവും പുത്രൻ്റെ ശുശ്രൂഷയും. പരിശുദ്ധാത്മാവിൻ്റെ നാമം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വവും പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയും. ദൈവത്വം 3 പേർക്കും ഒരുപോലെയാണ്. സാരാംശത്തെ തുല്യതയാണ് 3 ആളത്വങ്ങൾക്കും. അതായത് സ്വാഭാവിക ഗുണലക്ഷണത്തിലും ധാർമ്മിക ഗുണലക്ഷണത്തിലും തുല്യതയാണ്. സ്വാഭാവിക ഗുണലക്ഷണം എന്ന് പറയുന്നത് സൃഷ്ടാവ്, രക്ഷിതാവ്, പരിപാലകൻ, ന്യായാധിപൻ, ആരാധ്യൻ, സർവശക്തൻ, സർവജ്ഞാനി, സർവ്വവ്യാപി. അതുപോലെ സ്നേഹം, നീതി, കരുണ, വിശുദ്ധി, സത്യം, ഇതൊക്കെയാണ്. ഇത് 3 ഒരുപോലെയാണ്. സൃഷ്ടികർമ്മത്തിൽ 3 പരിപാലനത്തിൽ 3 രക്ഷാകർമ്മത്തിൽ 3 പിന്നെ അതുപോലെ സ്നേഹത്തിലും കരുണയിലും ദയയിലും എല്ലാം, സത്യത്തിലും എല്ലാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തുല്യമാണ്. പക്ഷേ ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. പിതാവിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് പിതാവ് മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ ആഗ്രഹിച്ചു, മനുഷ്യനെ സ്നേഹിച്ചു. യോഹന്നാൻ 3:16 പറയുന്നത് തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശ്വവാന്ത്യം പ്രാപിക്കേണ്ടത് ദൈവവനെ നൽകാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ്. മനുഷ്യവർഗത്തിന് ഒരു വീണ്ടെടുപ്പ് ഒരുക്കുവാൻ പിതാവ് പ്രസാദിച്ചു. ഒരു ചെറിയ കാര്യമല്ല. കാരണം നീതിമാനായ ദൈവത്തിന് പാവി മരിക്കണമെന്ന് വിധിച്ചാൽ പിന്നെ അവനെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. കാരണം ദൈവം നീതിമാനാണ്, പരിശുദ്ധനാണ്. ദൈവം നീതിമാനാണെങ്കിലും തൻ്റെ നീതിക്ക് ഭംഗം വരാതെ മനുഷ്യനെ സ്നേഹിച്ച് ഒരു മാർഗം ഒരുക്കുവാൻ ദൈവത്തിന് മനുഷ്യനോട് ദയ തോന്നി. അതാണ് പിതാവിൻ്റെ പ്രവൃത്തി. പുത്രൻ്റെ പ്രവൃത്തി ആ കാര്യം വർക്കൗട്ട് ചെയ്യുവാൻ പിതാവിനെ വിട്ട് ഈ ലോകത്തിൽ മനുഷ്യനായി വന്ന് തൻ്റെ ദൈവത്വം തെളിയിച്ച ശേഷം മനുഷ്യൻ്റെ നരകശിക്ഷയേറ്റ് കുരിശിൽ യാഗമായി അല്ലെങ്കിൽ നരകം അനുഭവിച്ച ശേഷം അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ചെന്ന് ഈ മനുഷ്യന് വേണ്ടി തന്നെ രക്ഷകനായി സ്വീകരിച്ചവരുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. മഹാപുരോഹിതൻ വർഷത്തിലൊരിക്കൽ കൃപാസനത്തിങ്കൽ മനുഷ്യൻ്റെ, ഇസ്രയേലിൻ്റെ പാപത്തിന് പ്രായശ്ചിത്തമായിട്ട്, അവരുടെ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും ഒക്കെ പ്രായശ്ചിത്തമായിട്ട് രക്തവുമായിട്ട് അതിപരിശുദ്ധ സ്ഥലത്ത് വർഷത്തിലൊരിക്കൽ ചെല്ലുന്നത് പോലെ, അവിടെ ചെന്ന് നിന്ന് അശുശ്രൂഷ ചെയ്യുന്നത് പോലെ യേശു പിതാവിൻ്റെ വലത്തുഭാഗത്ത് പോയി ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. അതാണ് പുത്രൻ്റെ നാമം എന്ന് പറയുന്നത്.
പരിശുദ്ധാത്മാവിൻ്റെ നാമം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പിതാവിനും പുത്രനും തുല്യമായ ദൈവത്വവും പരിശുദ്ധാത്മാവ് ലോകത്തിന് പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തി യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകളുടെ ഉള്ളിൽ വന്ന് അവരെ നയിക്കുകയും നിയന്ത്രിക്കുകയും അവർക്ക് കൂട്ടായ്മ നൽകുകയും ചെയ്യുകയാണ്. ഈ ആശീർവാദ നാമത്തിൽ ഇത് മൂന്നുമുണ്ട്: പിതാവിൻ്റെ സ്നേഹവും പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും. ആ ബോധ്യം നമ്മിൽ എപ്പോഴും ഉണ്ടായിരിക്കുകയും വേണം. സ്നാനപ്പെടുന്ന സമയത്ത് നമ്മൾ അതാണ് സമ്മതിക്കേണ്ടത്. പിതാവ് എന്നെ സ്നേഹിച്ചു, പുത്രൻ എനിക്കായി ശിക്ഷയേറ്റു, പരിശുദ്ധാത്മാവ് ഈ കാര്യം അറിയിച്ച് എന്നിൽ വന്ന് എനിക്ക് കൂട്ടായ്മ തന്നിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെ അനുസരിക്കുമെന്നുള്ള സത്യപ്രതിജ്ഞയാണ് സ്നാനം എന്ന് പറയുന്നത്. അപ്പോൾ ആ നാമം അറിയേണ്ടത് സ്നാനപ്പെടുന്നയാളാണ്. ആ നാമത്തോട് കൂറു പുലർത്തേണ്ടത് സ്നാനപ്പെടുന്നയാളാണ്. അതുകൊണ്ടാണ് പൗലോസ് ചോദിക്കുന്നത്, എൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്നാനപ്പെടുത്തിയോ എന്ന്. അതുകൊണ്ട് ആരുടെ നാമത്തിൽ നാം സത്യപ്രതിജ്ഞ ചെയ്യുന്നുവോ ആ നാമത്തോട് നാം വിധേയത്വം പുലർത്തണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്. ഇവിടെ യേശു പറയുകയാണ്, എൻ്റെ നാമം ഞാൻ വെളിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവമാണ്, ഞാൻ നിങ്ങൾക്കായി നരകാനുഭവിക്കും, ഞാൻ അടക്കപ്പെട്ട് ഉയർച്ചെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്തുഭാഗത്ത് പോയി നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അവരെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. നീ എനിക്ക് തന്ന നാമം ഞാൻ അവർക്ക്, അതായത് നീ എനിക്ക് തന്ന ശുശ്രൂഷയെക്കുറിച്ച് ഞാൻ അവരെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. രണ്ടാമത്, നീ എനിക്ക് തന്ന വചനം, അതായത് എന്തെല്ലാം കാര്യങ്ങളാണ് അവരനുസരിക്കേണ്ടത് എന്നുള്ളത് അവിടുന്ന് എനിക്ക് പറഞ്ഞു തന്നത് ഞാൻ അവരെ അറിയിച്ചിട്ടുണ്ട്. അവരത് കൈക്കൊണ്ടു, അവരതനുസരിച്ചും ഇരിക്കുന്നു. ഇതാണ് യേശു പറയുന്നത്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ പിതാവ് അയച്ച രക്ഷിതാവായി അറിയുന്ന ആളുകൾ യേശുവിനെ കൈക്കൊണ്ടു, അതുകൊണ്ട് ഞാൻ സ്വർഗാവകാശമായി എന്നും പറഞ്ഞ് അവർ വിധികർത്തവ്യത മൂഢരായിട്ട് ഇരിക്കാനായി സാധിക്കുകയില്ല. അവരതുവരെ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നടപ്പിലായിരുന്നു. തങ്ങൾ ജനിച്ചു വളർത്തപ്പെട്ട ആ മതത്തിലെ കർമ്മങ്ങൾ, അതുകൊണ്ട് രക്ഷ കിട്ടുമെന്ന് അവർ വിചാരിച്ചിരുന്നു. ക്രിസ്തുമതക്കാരുൾപ്പെടെ അവരുടെ ശിശു മാമോദീസ, അവരുടെ കുംഭസാരം, അവരുടെ നോയമ്പുകൾ, ഓരോ മാസത്തിലുള്ള നോയമ്പുകൾ, അവരുടെ തീർത്ഥയാത്രകൾ, ഇതുകൊണ്ടൊക്കെ രക്ഷ കിട്ടുമെന്ന് അവർ വിചാരിച്ചിരിക്കുന്നു. പക്ഷേ ആ കർമ്മങ്ങൾ കൊണ്ടൊന്നും, പ്രത്യേകിച്ച് ന്യായപ്രമാണത്തിൻ്റെ കർമ്മങ്ങളാൽ രക്ഷയില്ല, സൽപ്രവൃത്തികളാൽ രക്ഷയില്ല, നീതിപ്രവൃത്തികളാൽ രക്ഷയില്ല. എന്തു ചെയ്യണം? യേശുക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി ആ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന സമയത്താണ് ഒറ്റ നിമിഷം കൊണ്ട് നാം രക്ഷിക്കപ്പെടുവാനിടയാകുന്നത്. അപ്പോൾ നാം എന്തു ചെയ്യണം? ഈ വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നടപ്പിനോട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരാധന രീതിയോട്, ആ സ്ഥലത്തോട്, ആ നേതാക്കളോട് വിട പറയണം. അതിനുള്ള ധൈര്യം ഉണ്ടാകണം. യേശു മാത്രമാണ് രക്ഷിതാവെന്ന് ഏറ്റു പറയണം. യേശുവിലെ വിശ്വാസത്താൽ മാത്രമാണ് രക്ഷയെന്ന് ഏറ്റു പറയണം. അങ്ങനെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്നവർ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണമെന്നാണ് യേശു കൽപ്പിച്ചത്. അതാണ് പറയാൻ പിതാവ് പറഞ്ഞത്, അതാണ് യേശു പഠിപ്പിച്ചത്. അങ്ങനെയുള്ളവർ ഒരുമിച്ച് കൂടി കർത്താവിനെ ഓർത്ത് നന്ദി പറഞ്ഞ് തിരുവത്താഴത്തിൽ പങ്കെടുക്കണം. അവരെല്ലാവരും യേശുവിൻ്റെ സാക്ഷികളാകണം. അവർ ഒരു സഭയായിട്ട്, കൂട്ടായ്മയായിട്ട് ജീവിക്കണം. ഇതാണ് കർത്താവ് പിതാവിൽ നിന്ന് കേട്ട് ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. അവർ അനുസരിച്ചിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ പ്രാർത്ഥനയിൽ പിതാവ് ഏൽപ്പിച്ച ശുശ്രൂഷ തികച്ചിരിക്കുന്നു എന്ന് പിതാവിനോട് പറയുകയാണ്. നമ്മെ സംബന്ധിച്ചും കർത്താവ് നമ്മെ ഏൽപ്പിച്ച ആ ശുശ്രൂഷകൾ വിശ്വസ്തമായിട്ട് നിവർത്തിച്ച് കൊണ്ടുവേണം ദൈവത്തെ സമീപിക്കാനും പ്രാർത്ഥിക്കാനും. യേശുവിൻ്റെ മാതൃക പിൻപറ്റാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.